നമുക്കൊക്കെ ഒരു 10-60 വയസ്സായെന്ന് വിചാരിക്കുക, ഈ ജോലി സ്ഥലം നമ്മളെയൊക്കെ അങ്ങ് ഇല്ലാതാക്കും. നമ്മുടെയൊക്കെ കരിയറിൽ എത്ര വിജയിച്ചാലും എത്ര ശക്തനായാലും നമ്മളൊരു സാധാരണ വ്യക്തിയായിട്ടങ്ങ് മടങ്ങും. നമ്മുടെയൊക്കെ മുൻകാല ജോലിയിൽ നിന്നുള്ള മാനസികാവസ്ഥയിലും അതിൻ്റെ ശ്രേഷ്ഠതയിലുമൊക്കെ അങ്ങ് മുറുകെ പിടിച്ചിരിക്കരുത്. 70 വയസ്സൊക്കെ ആകുന്നെന്ന് വിചാരിക്കുക, സമൂഹം നമ്മളെ ക്രമേണ ഇല്ലാതാക്കി തുടങ്ങും. നമ്മൾ പരിചയപ്പെടുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തിരുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമൊക്കെ കുറഞ്ഞു പോകും. നേരത്തെയൊക്കെ നമ്മൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ആരും നമ്മളെ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഒന്ന് പോയി നോക്കിയാൽ ഞാൻ പണ്ട് എന്നോ ഞാനൊരിക്കൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? ഈ യുവതലമുറ നമ്മളെ ഒന്നും അറിയത്തുപോലുമില്ല. അവർ നമ്മളെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമുക്കതിൽ അസ്വസ്ഥതകൾ തോന്നുവാനിടയാകും. 80 വയസ്സുവരെയൊക്കെ ജീവിച്ചിരുന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും: കുടുംബം നമ്മളെയൊക്കെ പതിയെ ഇല്ലാതാക്കും. നമുക്ക് ധാരാളം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ജീവിത പങ്കാളി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെയും മിക്കപ്പോഴും നമ്മളൊക്കെ തനിച്ചായിരിക്കും. ഈ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഇടയ്ക്കിടെ നമ്മളെ വന്ന് കാണുന്നത് അത് അവരുടെയൊക്കെ ഒരു വാത്സല്യത്തിൻ്റെ പ്രകടനമാണ്. അവരാണെങ്കിൽ അവരുടെയൊക്കെ ജീവിതവുമായിട്ടൊക്കെ അങ്ങനെ തിരക്കിലുമാണ്. കുറച്ച് തവണ മാത്രമേ നമ്മളെ അവരൊക്കെ കാണാൻ വരുന്നുള്ളെങ്കിൽ തന്നെയും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല. ജീവിതം എല്ലാവരെയും സ്വന്തം സാഹചര്യങ്ങളിൽ തിരക്കിലാക്കുകയാണ്. അപ്പോഴും നമ്മളൊന്നും ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഒരുപാട് ഓർമ്മകൾക്ക് നമ്മളൊക്കെ കൂട്ടിരിക്കുകയാണ്. 90-ാം വയസ്സിൽ നമ്മൾ ഉണ്ടെങ്കിലെന്ന് വിചാരിക്കുക, ഭൂമി നമ്മളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്ന പല ആളുകളും അതിനോടകം വിട്ടുപോയിരിക്കും. ഈ ഘട്ടത്തിൽ നമ്മൾ ദുഃഖിക്കുകയോ നിരാശപ്പെടുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇതാണെന്നേ ജീവിതം. ഒടുവിൽ എല്ലാവരും ഈ പാത പിന്തുടരുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ ആരും തന്നെ നൂറ്റാണ്ടുകളോളം ഒന്നും ജീവിച്ചിരിക്കുന്നില്ല. കുടുംബം, കൂട്ടുകാർ, പ്രിയപ്പെട്ടവർ, ഇവരുടെയൊക്കെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്. നമ്മളറിയാതെ നമ്മുടെ സങ്കടം അലിഞ്ഞു പോകുന്ന, സമ്മർദ്ദമില്ലാതെ സന്തോഷം ആഘോഷിക്കപ്പെടുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അവയോടെപ്പോഴും ചേർന്ന് നിൽക്കുക. ഇന്നിനെ നുണഞ്ഞാസ്വദിച്ച് തീരുമ്പോൾ തന്നെയാണ് ഓരോ ജീവിതവും പുലർന്നു പോകുന്നത്. നാളെ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ്. ഈ പിരിമുറുക്കങ്ങളൊക്കെ കുറയ്ക്കുവാൻ സ്നേഹം നമ്മളറിയാതെ നമ്മളെയൊക്കെ സഹായിക്കുന്നു. ഈ ജീവിതത്തിൻ്റെയൊക്കെ പകർന്നാട്ടങ്ങൾക്കിടയിൽ പകർന്നു നൽകിയതിനൊക്കെയും തിരിച്ചു കിട്ടാതെ പോകുന്നത് സമയം മാത്രമാണ്. കാലം അതിൻ്റെ കണക്ക് തീർക്കുന്നത് പോലെ അതിവേഗം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊക്കെ ഇങ്ങനെ എത്തിപ്പിടിക്കുവാൻ ശ്രമിക്കും തോറും ജരാനരകൾ വന്ന് മൂടി കിതച്ചു നിൽക്കുവാൻ മാത്രമേ നമുക്ക് ആകുന്നുള്ളൂ. കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ജീവിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് വളരെ വൈകിയാണ് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. ഒന്നുകിൽ ജീവിതയാത്ര പാതി വഴി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ്. അത് ഓരോ ദിവസവും ഓരോ പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓരോ കാഴ്ചയിലൂടെ, ഓരോ വാക്കിലൂടെ, ഓരോ സംഭവങ്ങളിലൂടെ. ഈ ജീവിതമെന്നത് അധ്യാപകനേക്കാൾ കർക്കശക്കാരനാണ്. അധ്യാപകൻ പാഠങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം പരീക്ഷ നടത്തുന്നു. ജീവിതം പരീക്ഷണങ്ങളിലൂടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അത് പാഠങ്ങളുടെ തുടർച്ചയാണ്. നമ്മളൊക്കെ ആദ്യം തിരിച്ചറിയേണ്ടതും പഠിക്കേണ്ടതും നമ്മളെ തന്നെയാണ്.